എന്നതാടാ ഈ എഴുതി വെച്ചേക്കണേ നീ? ഓ 50-ൽ 5 മാർക്കൊക്കെ കിട്ടിയില്ലേ മാത്സിന്? അത് കൊള്ളാം. എൻ്റെ പഠിത്തം അവനെല്ലാം പൊറോട്ട. അതെ ഇപ്പൊ മാത്സിന് മാർക്ക് നോക്കി. 5 ഞങ്ങൾ നോക്കി മടുത്ത. നീ നോക്കോ ഏതാടാ ഈ പ്രോബ്ലം ആണോ? എന്നാടാ സ്കൂൾ കലോത്സവത്തിന് ഡേറ്റ് എന്നാ? നവംബർ 25. നവംബർ 25 24 ദിവസമേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കിക്കോ. നിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നീ പറഞ്ഞത്? ഷൂ വേണം, സ്പോർട്സ് ഷൂ വേണം, ജേഴ്സി വേണം, പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി വേണം, സിനിമയ്ക്ക് പോകണം. ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെങ്കിൽ മിനിമം 1000 രൂപയെങ്കിലും വേണം. പിന്നെ വെറുതെ അല്ല, എൻ്റെ ഈ ടീഷർട്ട് ഇടാൻ തുടങ്ങിയിട്ട് 3 മാസമായി. ഇത് തീർന്നു ഇതിൻ്റെ പരിപാടി. ഈ വാച്ച് ഓടാതെ 6 മാസമായി. ഈ കാര്യങ്ങളൊക്കെ എനിക്കുമുണ്ട്. എല്ലാം കൂടെ 2000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടി നടക്കുള്ളൂ. നീ ഇവിടെ ശ്രദ്ധിക്കേ. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോവുള്ളൂ. അപ്പം നീ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, പിന്നെ രാവിലെ മദ്രസയിൽ പോകുന്ന സമയത്ത് 2-3 ഒട്ടുപാല് ചവിട്ടി പുറത്തേക്ക് ഇട്ടേക്കാം. ഞാൻ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് പോയിക്കോളാം. കൂടത്തിൽ എൻ്റെ കാര്യം കൂടെ ഉള്ളതുകൊണ്ട് 2 റബ്ബർ ഷീറ്റും വലിച്ചെറിഞ്ഞു. അത് ഞാൻ എടുത്തോളാം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഇത് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുക. അത് നീ മനസ്സിലാക്കണം. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ഓട്ടോയിലോ എന്തെങ്കിലും വിളക്കോ കുന്തോ കുറച്ചൊക്കെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ എടുക്കാം. നമുക്ക് കാര്യങ്ങൾ ഉഷാറാക്കാം. നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. കണക്കാണ്, നല്ലോണം ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ അച്ചീവ്മെന്റിൽ എത്താൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നീ രാവിലെ മുതൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കും കേട്ടാ. കണക്കിന്റെ ഈ ഒരു കാര്യം നിനക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. മനസ്സിലായല്ലോ നിനക്ക്? കാരണം എല്ലാം മനസ്സിലായല്ലോ കേട്ടോ. അതുപോലെ ചെയ്യട്ടോ. എങ്ങനെയുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ അവന്? തിയറി ഒക്കെ അവന് ഓക്കെ അടി. അവന് ഈ പ്രാക്ടിക്കൽ സൈഡ് ഒന്ന് ഉഷാറാവണ്ടേ. അത് നിങ്ങൾ രാവിലെ ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി. രാവിലെ മദ്രസയിൽ പോകുന്ന സമയത്തും സ്കൂളിൽ പോകുന്ന സമയത്ത് അവൻ ആ ഒരു സമയമില്ലേ, ആ സമയത്ത് നിങ്ങളൊന്ന് സഹകരിക്കുക. അവൻ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ ആ സമയത്ത് അവനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതിരുന്നാൽ മതി കേട്ടോ അല്ലയോ? അത് നമുക്ക് കാര്യങ്ങൾ ചെയ്താൽ മതി.